410 വീടുകളാണ് വയനാട് സർക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ എസ്റ്റേൺ എസ്റ്റേറ്റിലെ 64.47 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി ഈ ഒരു ടൗൺഷിപ്പ് പണിയുന്നത്. നിർമ്മിക്കുന്ന വീടുകളുടെ ചെലവുകളെ പറ്റിയിട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അറിയാലോ, ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ കോൺട്രാക്ടർ. കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പറയുന്നത് ഈ 410 വീടുകൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ആ വീടുകൾ മാത്രം നിർമ്മിക്കുക എന്നുള്ളതല്ല, ഇതൊരു ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൗൺഷിപ്പിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ 13 കിലോമീറ്ററോളം റോഡ് ഇവിടെ വരുന്നുണ്ട്, മറ്റ് സൗകര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് 299 കോടി രൂപയ്ക്കാണ് ഈ ഒരു പ്രൊജക്ട് തീർക്കാൻ വേണ്ടി ഈ ഒരു കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അദ്ദേഹം അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു വീടിന് വന്ന ചെലവ് പറയുന്നത് 25 ലക്ഷം രൂപയാണ്, അതും ടാക്സ് ഇല്ലാതെ. ചില വീടുകൾക്ക് അത് കൂടാനും കുറയാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. കാര്യം ടെറൈൻ ഡിഫറൻ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഫൗണ്ടേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒരു വേരിയബിൾ ഫിഗർ ആയിട്ട് വരെ നിൽക്കും. ഇനി നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ BLDC ഫാൻ ഉൾപ്പെടെ മികച്ച ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ് വീടുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ 2026 ജനുവരിയോടുകൂടി തന്നെ പണികൾ പൂർത്തിയാകും എന്നാണ് കമ്പനിയുടെ വാദം. സർക്കാർ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓൾ കേരള വർക്ക്ഷോപ്പ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നും വീടുകളെ പറ്റിയിട്ട് യാതൊരു അറിവില്ല.